പുതിയ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ വിപണിയിൽ എത്തുന്നതിനെക്കുറിച്ച് ധാരാളം വാർത്തകളാണ് പുറത്തുവരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേത് എഞ്ചിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളാണ്. നിലവിലെ 4 സിലിണ്ടർ യൂണിറ്റിനു പകരമായി V6 എഞ്ചിൻ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഒരു ഡീസൽ എഞ്ചിന്റെ സാധ്യതയെക്കുറിച്ചും ടൊയോട്ട പഠിച്ചുവരികയാണ്. ഫോർച്യൂണർ, ഹിലുഎക്സ്, പ്രാഡോ എന്നീ മോഡലുകളിൽ നിലവിലുള്ള 2.8 ലിറ്റർ GD6 യൂണിറ്റിന്റെ പരിഷ്കരിച്ച പതിപ്പായിരിക്കുമെന്നാണ് സൂചന. ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 1997 ശേഷം 80 സീരീസിന്റെ ഉൽപാദനം അവസാനിപ്പിച്ചതിനു ശേഷം ലാൻഡ് ക്രൂയിസർ 300 ആദ്യമായി 4 സിലിണ്ടർ എഞ്ചിൻ ഉപയോഗിക്കും. ലാൻഡ് ക്രൂയിസർ 300 V6 പെട്രോൾ എഞ്ചിൻ, ഹൈബ്രിഡ് യൂണിറ്റുകൾ എന്നിവ സജീവമാക്കുമെന്നും ടർബോചാർജ്ഡ് 6 സിലിണ്ടറും സമവാക്യത്തിന്റെ ഭാഗമായി മാറ്റി സ്ഥാപിച്ചേക്കുമെന്നാണ് സൂചന. അതിനാൽ നിലവിലുള്ള 4.5 ലിറ്റർ D4D V8 8 സിലിണ്ടർ എഞ്ചിൻ നിർത്തലാക്കും. ഒരു V6 പതിപ്പിന്റെ നിലനിൽപ്പ് V8നേക്കാൾ മൈലേജ് മെച്ചപ്പെടുത്തും. ടൊയോട്ട അർജന്റീന പ്രസിഡന്റ് ഡാനിയൽ ഹെറാനോ വരാനിരിക്കുന്ന ഫിലക്സിനായി V6 ഡീസൽ യൂണിറ്റിനെ അംഗീകരിച്ചതായി സ്ഥിരീകരിക്കുന്നു. നിലവിലുള്ള എഞ്ചിനു പകരമായി 6 പോർട്ട് മോട്ടോർ വികസിപ്പിക്കുമെന്നും അല്ലെങ്കിൽ ഇത് പൊരുത്തപ്പെടാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലാൻഡ് ക്രൂയിസർ 300ന്റെ അധിക ഭാരം കൈകാര്യം ചെയ്യുന്നതിനായി 4 സിലിണ്ടർ എഞ്ചിന് സമ്മർദ്ദമുണ്ടാകും. 6 സിലിണ്ടർ എഞ്ചിൻ ഇൻലൈൻ അല്ലെങ്കിൽ V കോൺഫിഗറേഷൻ ക്രമീകരിക്കാനുള്ള സാധ്യത വളരെ ഉയർന്നതും ഒരുതരം ഹൈബ്രിഡ് വൽക്കരണം ജനപ്രിയ SUVയുടെ വരാനിരിക്കുന്ന പതിപ്പിൽ പവർ ബൂസ്റ്റും ഇന്ധനക്ഷമതയും വർദ്ധിപ്പിക്കും. ടൊയോട്ട ലാൻഡ് ക്രൂയിസർ 300 അടുത്ത വർഷം ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിക്കും. ഇത് ആഗോള പോർട്ട്ഫോളിയോയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന മോഡുലാർ TNGA ആർക്കിടെക്ചറിന്റെ ബോഡി ഓൺ ഫ്രെയിം പതിപ്പിനെ സഹായിക്കുന്നു. 300ന് അടുത്ത തലമുറ ഡുണ്ട്രയുമായി നിരവധി സാമ്യതകൾ ഉണ്ടാകുന്നതിനാൽ ഇത് TNGF ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് 5 അല്ലെങ്കിൽ 8 സീറ്റർ കോൺഫിഗറേഷനിൽ ലഭ്യമാകും.